അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 39-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു ടെലിഫോൺ സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. നഖ്റഉ നമുക്ക് വായിക്കാം, വനുക്മിലു എന്നിട്ട് നമുക്ക് പൂരിപ്പിക്കാം. ഇത്തസലത്ത് അൽ ഇദാറത്തു ബിതമീം ലിൽ ഇഖ്ബാരി അനിൽ മുസാഅല. ഇത്തസലത്ത് കോണ്ടാക്ട് ചെയ്തു, അൽ ഇദാറ വകുപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് നമ്മുടെ തമീം രജിസ്റ്റർ ചെയ്തിരുന്നു. ക്വിസ് മത്സരത്തിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊടുത്ത നമ്പറിലേക്ക് അവിടെ നിന്നും അവനെ കോണ്ടാക്ട് ചെയ്തു. ബി തമീം, തമീമിനെ കോണ്ടാക്ട് ചെയ്തു. ലിൽ ഇഖ്ബാരി അറിയിക്കുന്നതിനു വേണ്ടി, അനിൽ മുസാഅല ക്വിസ് മത്സരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി തമീമിനെ വിളിക്കുകയാണ്. അൽ മുവല്ലഫ് ഉദ്യോഗസ്ഥൻ, ഒഫീഷ്യൽ. മുവല്ലഫ് എന്താണ് പറയുന്നതെന്ന് അവിടെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ടെലിഫോൺ സംഭാഷണമായതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ ഹലോ എന്ന് കൊടുക്കാം. തുടർന്ന് പറയുന്നത് ഒരു കലിമാത്തു തഹ്സീബി ആയിരിക്കും. ഒന്നുകിൽ അസ്സലാമു അലൈക്കും കൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ സബാഹുൽ ഖൈർ കൊണ്ട് തുടങ്ങാം. ഇനി വൈകുന്നേരമാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ മസാ ഉൽ ഖൈർ കൊണ്ട് തുടങ്ങാം. ഇതിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. നമുക്കിവിടെ സബാഹുൽ ഖൈർ ഉപയോഗിക്കാം. ഹലോ സബാഹുൽ ഖൈർ യാ തമീം. അപ്പൊ തമീം അതിനുള്ള മറുപടി പറയുകയാണ്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹലോ ഇവിടെയും ഉപയോഗിക്കുന്നു. ഹലോ. സബാഹുൽ ഖൈറിന്റെ മറുപടിയായി സബാഹുന്നൂർ മൻ മഈ. മൻ ആരാണ്, മഈ എൻ്റെ കൂടെയുള്ളത്. അതായത് ആരാണ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഫോൺ വന്നപ്പോൾ നമ്മൾ എടുത്തിട്ട് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അൽ മുവല്ലഫ് പറയാണ്, അന മിൻ ഇദാറത്തി തർബിയ. ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ്. ഇദാറത്തി തർബിയ വിദ്യാഭ്യാസ വകുപ്പ്. അൻത മുഖ്താറുൻ ലി മുസാബഖത്തിൽ മുസാഅല. അൻത നീ, മുഖ്താറുൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ലി മുസാബഖത്തിൽ മുസാഅല ക്വിസ് മത്സരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ തമീം പറയാണ്, അന സഈദുൻ ജിദ്ദ. ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അൽ മൗഇദ് ഡേറ്റ് എപ്പോഴാണ്, എപ്പോഴാണ്, കാലമാണ് ചോദിക്കുന്നത്. മൗഇദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒന്നുകിൽ ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സമയം കൊടുക്കാം. ഈ രണ്ടിനും മൗഇദ് എന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മൗഇദ് ചോദിച്ചപ്പോൾ മുവല്ലഫ് അൽ മുസാഅലതു ഫീ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ പറഞ്ഞത് നമുക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ അടുത്ത ചോദ്യം തമീം ചോദിക്കുന്നത് മത്താ തബ്ദഉ ഉൽ മുസാബഖ. മത്താ എപ്പോഴാണ്, തബ്ദഉ തുടങ്ങുന്നത്, അൽ മുസാബഖ മത്സരം എപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ തമീം എപ്പോൾ തുടങ്ങുന്നു എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം നേരത്തെ അയാൾ സമയം പറഞ്ഞിട്ടില്ല എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ എപ്പോഴാണ് എന്ന് വീണ്ടും എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മൗഇദ് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരത്തിൽ നമുക്ക് ഒരു ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് എന്ന് ഈ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അവിടെ നമുക്ക് സമയം കൊടുത്താൽ പോരാ, ഡേറ്റ് തന്നെ കൊടുക്കണം. അപ്പോൾ അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡേറ്റും അതേ ഡേറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. 18 ഡിസംബർ 2025 2025 ഡിസംബർ 18. അപ്പൊ തമീം ചോദിക്കുകയാണ്, മത്താ തബ്ദഉ ഉൽ മുസാബഖ എപ്പോഴാണ് ക്വിസ് മത്സരം തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് സമയം കൊടുക്കണം. അൽ മുവല്ലഫ് ഉദ്യോഗസ്ഥൻ പറയാണ്, ഫീ തമാമി സ്സാഅ കൃത്യം. അവിടെ ഇനി നമ്മൾ സമയമാണ് ചേർക്കേണ്ടത്. അപ്പൊ രാവിലെ 10 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫീ തമാമി സ്സാഅത്തിൽ ആശിർ കൃത്യം
10 മണിക്ക്. 9 മണിക്കാണെങ്കിൽ ഫീ തമാമി സാഅത്തിൽ താസിഅ 9 മണിക്ക്. ഇവിടെ നമുക്ക് ആഷിറ തന്നെ കൊടുക്കാം. ഫീ തമാമി സാഅത്തിൽ ആഷിറ 10 മണിക്കാണ്, കൃത്യം 10 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പൊ തമീമ് പറയാണ് സഉഹാഫിളു അലൽ മൗഇദ് ഇൻഷാ അല്ലാഹ്. സഉഹാഫിളു ഞാൻ പാലിക്കും, അലൽ മൗഇദ് ഞാൻ കൃത്യസമയം പാലിച്ചുകൊണ്ട് എത്താം, ഇൻഷാ അല്ലാഹ്. അൽ മുവല്ലഫ് മർഹബൻ വെൽക്കം ബികുല്ലി സുറൂർ വളരെയധികം സന്തോഷം. അപ്പൊ തമീം പറയാണ് ശുക്രൻ നന്ദി. ശുക്രന്റെ മറുപടിയാണ് മുവല്ലിഫ് ഇവിടെ കൊടുക്കേണ്ടത്. അഫ്വൻ